അനു പാപ്പച്ചൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനു, വളരെ ഗൗരവമായ പരാതിയാണ്, ആരോപണമാണ് ഞങ്ങളുടെ ചാനലിലൂടെ അവന്തിക എന്ന ട്രാൻസ് വുമൺ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. നിങ്ങളെ റേപ്പ് ചെയ്യണം, എനിക്ക് അതിന് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും കാണണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തുറന്നു പറച്ചിലാണ് ഞങ്ങളോട് അവന്തിക നടത്തിയത്. അവന്തിക അക്കാര്യം തുറന്നു പറയുമ്പോൾ റേപ്പിസ്റ്റ് ആണ് ഇയാൾ, അയാൾ ആ ഭാഷയിലാണ് എന്നോട് സംസാരിച്ചത്, വലിയ ലൈംഗിക വൈകൃതത്തിനുടമയാണ് എന്ന് പറഞ്ഞ് തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ അവന്തികയെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു. ആ സ്ക്രീൻഷോട്ടും അവന്തിക ഞങ്ങൾക്ക് അയച്ചു തന്നു. ഇതാണ് സാഹചര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം റിനിയുടെ തുറന്നു പറച്ചിൽ കേട്ടതാണ്. ഈ പീഡനത്തെയൊക്കെ എത്ര നോർമലൈസ് ചെയ്തിട്ടാണ് അയാൾ സംസാരിച്ചത് എന്നത് റിനി സൂചിപ്പിക്കുന്നുണ്ട്. വലിയ വലിയ പീഡന കേസുകളിൽപ്പെട്ട നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, നീ പോയി പറയൂ എന്നതാണ് സമീപനം, ഹൂ കേസ് സമീപനം എന്നതാണ്. അപ്പോൾ ഇത് വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമായി രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പാർട്ടി കാണുന്നുണ്ടോ? അതിനുള്ളിൽ പരാതിപ്പെട്ടിട്ട് ആരും ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വന്ന് ഈ നിലയിലാകുമ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാജി എന്ന് വരുത്തി രാജിവെക്കാൻ അവസരം കൊടുക്കുന്നു. ഞങ്ങൾ ആരും രാജി ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് വലിയൊരു സംഭവമല്ല, അത്രയും നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ബോധ്യവും ധാരണയും ഒക്കെയാണോ രാഷ്ട്രീയ പാർട്ടികൾക്ക്? രേണു, ഞാൻ വിശ്വസിക്കുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഒരു വിഷയമല്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു സംഭാഷണവും അല്ലെങ്കിൽ ഒരു പരാതി വന്നതിന് ശേഷവും ഇത്ര ധൈര്യത്തോടെ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ തുടരാനും, ഇപ്പോ രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈവിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരാളെ ധൈര്യപൂർവ്വം അല്ലെങ്കിൽ അധികാരത്തോടു കൂടി വിളിക്കാനുമുള്ള ഒരു തന്റേടം ഉണ്ടാകുന്നത് ഈ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പാട്രിയാർക്കലായിട്ടുള്ള ഒരു വ്യവസ്ഥ പിന്തുടരുന്ന, അത് തന്നെ തുടർന്നുകൊണ്ട് പോകുന്ന നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഒരു വിഷയമായിട്ട് ഞാൻ ഇതിനെ ഒതുക്കി കാണുന്നില്ല. മറ്റൊന്ന്, എപ്പോഴും അധികാരവും പണവും അല്ലെങ്കിൽ രാഷ്ട്രീയവും ഈ പ്രബലമായിട്ടുള്ള ശക്തികൾ ഏറ്റവും ദുർബലമായിട്ടുള്ള വിഭാഗത്തോട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ക്രൂരതയും പീഡനവും മറ്റേത് തരത്തില് വെർബലായിട്ടുള്ളതാവട്ടെ ഫിസിക്കലായിട്ടുള്ളതാവട്ടെ ഇത് കാലാകാലങ്ങളായി തുടരുകയും, ഇപ്പൊ രാഹുൽ തന്നെ സൂചിപ്പിച്ചെന്ന് രേണു പറഞ്ഞത്, ഏത് നിയമത്തിനും അത് തന്നെ കീഴടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം കൂടി അവർ പുലർത്തുന്നുണ്ട്. അപ്പോ നിയമവും നീതിക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് അധികാരത്തോടു കൂടി ഇങ്ങനെ ഇടപെടാൻ പറ്റും നമ്മുടെ പൊതുസമൂഹത്തിൽ. ഇപ്പോൾ പോലും ഈ ചർച്ചകളുടെ താഴെ വരുന്ന കമന്റുകളോ അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്കഷനോ പോകുന്ന പോയിന്റ് നോക്കിയാൽ അറിയാം. അതായത് ഇങ്ങനെ ആയാലും നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ള തരത്തിൽ. അതായത് ഇതൊരു ക്രൈം അല്ല, ഇങ്ങനെ ചെയ്യുന്ന ഒരു ക്രൈം അല്ല. ഒരു സ്ത്രീയെ ഒരു വ്യക്തിപരമായി, ശാരീരികമായി, മാനസികമായി, സാമൂഹികമായി, തൊഴിൽപരമായി പല പല തലത്തിലാണ് ഒരു സ്ത്രീക്ക് അടുത്ത ക്രൂരമായിട്ടുള്ള ഒരു വാക്കുപോലെ എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും അത് വീണ്ടും തുടരാൻ പറ്റുമെന്നും, അല്ലെങ്കിൽ അതൊരു കുഴപ്പമല്ല, ഇതിനെ മറികടക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ് ഓരോ വാചകത്തിലൂടെയും. സ്റ്റിൽ ആ ക്രൈമിനെ അഡ്രസ്സ് ചെയ്യാനോ അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കാത്തതിന്റെ കാരണം ഇവിടെ നിലനിൽക്കുന്ന പൊതുബോധം, ഇപ്പോൾ രാഹുലിന് അനുകൂലമായിട്ട് നിൽക്കുന്ന പൊതുബോധം എന്ന് പറയുന്നത്, ഇവിടെ ഭൂരിപക്ഷ പൊതുബോധം എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീവിരുദ്ധമായി നിൽക്കുന്നു. സ്ത്രീയെ പ്രതിയാക്കിക്കൊണ്ട് തന്നെ, ഇപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം, ആ പെൺകുട്ടിയുടെ ചിത്രങ്ങളും ആ പെൺകുട്ടിയുടെ മുൻ പരിപാടികളുടെ ഫോട്ടോകളും മറ്റും പ്രദർശിപ്പിച്ചുകൊണ്ട് വളരെ സങ്കടകരമായിട്ടുള്ള രീതിയിൽ, വളരെ ആക്ഷേപകരമായിട്ടുള്ള രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതാണ് അതിന് കാരണം, ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് തുടരുന്നത് എന്നുള്ള മട്ടിലാണ് ചർച്ചയെ മറ്റൊരു രീതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ പ്രശ്നത്തിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാൻ ഒരു പൗരൻ എന്നുള്ള, പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള പ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു മറ്റൊരു സിറ്റിസന്റെ, മറ്റൊരു പൗരയുടെ അവകാശത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ അടുത്ത ഘട്ടത്തിൽ പുതിയൊരു തലമുറയുടെ പ്രതിനിധിയായി നിൽക്കുന്ന രാഹുലിനെ പോലുള്ള ആളുകൾ അടുത്തൊരു ഘട്ടത്തിലേക്ക്, ഇത്തരത്തിലുള്ള നേതാക്കൾ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഘട്ടത്തിൽ എന്തായിരിക്കും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ നിലവാരം എന്ന് നമ്മൾ ആലോചിച്ചു പോകും. മാത്രമല്ല, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം വിഷയമല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഇതിന് താഴെ പ്രതികരിക്കുന്ന പലരും കേവലം ആ രാഷ്ട്രീയ പാർട്ടിക്ക്, ഇപ്പൊ ഇവിടെ മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ സംസാരിച്ചു, കേവലം ഒരു രാഷ്ട്രീയ വൈര്യത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ഈ വിഷയത്തെ കണ്ടാൽ പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വളരെ അരാഷ്ട്രീയമായി തന്നെ നിൽക്കുന്ന ഒരുപാട്
പുരുഷ പ്രജകൾ അങ്ങനെ തന്നെ പറയണം, അവർ ഈ വിഷയത്തെ സമീപിക്കുന്ന രീതി നോക്കിയാൽ കേരളത്തിന്റെ നമ്മൾ വളരെയധികം പുരോഗമനം പറയുന്ന, സാക്ഷരത പറയുന്ന, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങൾക്കൊക്കെ വളരെയധികം മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്ന കേരളത്തിൽ വളരെ നിരാശാജനകമായ രീതിയിലാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു തട്ടിൽ ഇത് ഒതുക്കി നിർത്താതെ ഇതിനൊരു പൊതുവിഷയം എന്നുള്ള രീതിയിൽ, കുറച്ചുകൂടി ഗൗരവപ്പെട്ട വിഷയം എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കാനുള്ള ഒരു മാറ്റം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ആദ്യം മുന്നോട്ട് വെക്കാനുള്ളത്. ഒപ്പം തന്നെ പൊതുസമൂഹത്തിനും ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ സ്ത്രീകൾക്കെതിരെ, ട്രാൻസ് കമ്മ്യൂണിറ്റിക്കെതിരെ, ഏറ്റവും അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർക്കെതിരെ ഇത്തരത്തിലുള്ള വിഷയം വരുമ്പോൾ അവരതിനൊക്കെ വിധിക്കപ്പെട്ടവരാണ്. അത് അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിക്കുക. ആ ഒരു മനോഭാവമായിരിക്കും പരിചയപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്ന് ആവശ്യപ്പെടാൻ, അല്ലെങ്കിൽ അത്തരം പച്ചയായിട്ട് സംസാരിക്കാൻ ഒരു ജനപ്രതിനിധിയെ പ്രേരിപ്പിക്കുന്ന ഘടകം പോലും. എന്തോ ഒരു പ്രിവിലേജ് ഉണ്ട്, എല്ലാ സ്ത്രീകളും അങ്ങനെ വഴങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ പരാതി പറഞ്ഞാൽ എനിക്കൊരു ചുക്ക് സംഭവിക്കാനില്ല. മാത്രമല്ല, ഇപ്പോ ചാറ്റുകൾ, ഇപ്പൊ നേരത്തെ ഇവിടെ നേതാവ് ഡിവൈഎഫ്ഐ പ്രതിനിധി സൂചിപ്പിച്ചത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണ്. അതിന് ഇൻസ്റ്റാഗ്രാം എല്ലാ കുഴപ്പത്തിന് കാരണമല്ല. സോഷ്യൽ മീഡിയ നമ്മളുടെ പൊതുവായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എത്രയോ, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ട്വിറ്റർ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് ഉപയോഗിക്കുന്നത് കൊണ്ടല്ല നമുക്ക് പ്രശ്നം, അത് ഉപയോഗിക്കുന്നവരുടെ ജനാധിപത്യ ബോധമാണ് നമ്മളിവിടെ വിലയിരുത്തേണ്ടത്. അതിലൂടെ എല്ലാ ക്രൈമും നടക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ആ സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളെയോ അത്തരത്തിൽ ഇടങ്ങളെ നമുക്ക് കുറ്റം പറയാനാവില്ല. പക്ഷെ അതുപോലും തങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സാധ്യതകളെയും തങ്ങൾ ഇതുവരെ ശീലിച്ച അതേ രീതി തന്നെ, ഇപ്പൊ നേരത്തെ നമ്മൾ കത്തെഴുതുകയോ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയോ ചെയ്യുന്ന തരത്തിൽ നിന്ന് മാറി പുതിയ സോഷ്യൽ മീഡിയ വരുമ്പോൾ അതിന്റെ സാങ്കേതിക വിദ്യ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പോലും തങ്ങളുടെ ആശയത്തിലോ തങ്ങൾ അതുവരെ തുടർന്നു വന്നിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ബോധ്യത്തിലോ യാതൊരു തരത്തിലും അപ്ഡേഷൻ വരുന്നില്ല. ഒരു മാറ്റവുമില്ല. അപ്ഡേഷൻ വന്നിട്ടുള്ളത് ടെലഗ്രാം ഉപയോഗിച്ചാൽ ഒരു മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ ഡിസപ്പിയർ ആകും, പിന്നെ നിനക്കൊന്നും ഒരു കോടതിയിലും തെളിവ് പോലും ഹാജരാക്കാൻ പറ്റില്ല എന്ന വലിയ ആത്മവിശ്വാസം സാങ്കേതിക വികാസത്തിൽ ഈ നേതാവിന് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഏതെങ്കിലും അത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ടപ്പോൾ ടെലഗ്രാമിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും അവിടെ സംസാരിക്കുകയും ചെയ്യുക എന്നതാണ് ശീലം എന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഗർഭിണിയായ ഒരു യുവതിയോട് പോലും സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് കണ്ടാൽ ഒരു ജനപ്രതിനിധിയായിട്ട് പോയിട്ട് ഒരു മനുഷ്യനാണോ ഇയാൾ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. അത്രമാത്രം പ്രയാസമാണ് ആ ശബ്ദം കേട്ടിരിക്കാൻ, അതിൽ ഇടപെടുന്ന രീതി കേട്ടിരിക്കാൻ. ഞാൻ